നമസ്കാരം. പശ്ചിമേഷ്യയെ പ്രതിസന്ധിയിലാക്കിയ അമേരിക്ക ഇറാൻ പോരിന് താൽക്കാലിക അന്ത്യമാകുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാകുന്നത് ഇന്ത്യയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സമാധാന ധാരണ ഇന്ത്യക്ക് നൽകുന്നത് സാമ്പത്തികമായും തന്ത്രപരമായും സമാനതകളില്ലാത്ത വൻ നേട്ടങ്ങളാകുമെന്നാണ് നിഗമനം. പ്രത്യേകം പറയേണ്ടത്, യുദ്ധത്തെ തുടർന്ന് മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ആഗോള ഊർജ്ജ വിപണിയുടെ നെടുന്തൂണായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ പോകുന്നു എന്നതാണ്. ഇതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തിനെ ഇടിഞ്ഞു തുടങ്ങി. മധ്യവർഗ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതോടൊപ്പം മോദി സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഈ കരാർ വൻ കരുത്താകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കയും ഇറാനും യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന ഔദ്യോഗിക വാർത്തകൾ പുറത്തുവന്ന നിമിഷം മുതൽ ആഗോള എണ്ണ വിപണിയിൽ വലിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $4.16 ഒറ്റയടിക്ക് കുറഞ്ഞ് 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ $83.17 കൂപ്പുകുത്തി. വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് വിലയും $4.13 ഇടിഞ്ഞ് $80.75 എത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ആശ്വാസ വാർത്തയാണ്. കാരണം നമ്മുടെ എണ്ണ ആവശ്യകതയുടെ സിംഹഭാഗവും ഇറക്കുമതി ചെയ്യുന്നതാണ്. യുദ്ധത്തിന് മുൻപ് ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ 40% പ്രകൃതിവാതകത്തിന്റെ 70 മുതൽ 90% വരെയും എത്തിച്ചിരുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയായിരുന്നു. എണ്ണവില ഇങ്ങനെ കുത്തിനെ താഴേക്ക് പതിക്കുന്നതോടെ രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റിൽ ഏകദേശം $15 ബില്യൺ, അതായത് വൻ തുകയുടെ കുറവുണ്ടാകും. ഇത് രൂപയ്ക്ക് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ സഹായിക്കുകയും ചെയ്യും. രാജ്യം നേരിടുന്ന വിലക്കയറ്റത്തിന് ഇതൊരു കടിഞ്ഞാണാകുമ്പോൾ 40 കോടിയിലധികം വരുന്ന ഇന്ത്യൻ മധ്യവർഗ കുടുംബങ്ങളുടെ പോക്കറ്റ് ചോരാതെ രക്ഷപ്പെടാൻ പോവുകയാണ്. ഈ സമാധാന ധാരണയുടെ ഭാഗമായി ഇറാനിയൻ എണ്ണയ്ക്കും പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത ഉപരോധങ്ങൾ ഇളവ് ചെയ്യാൻ ട്രംപ് ഭരണകൂടം തയ്യാറായിട്ടുണ്ട്. മുൻപ് ഇന്ത്യ പ്രതിദിനം 3 ലക്ഷം ബാരലധികം ഇറാനിയൻ എണ്ണയായിരുന്നു വാങ്ങിയിരുന്നത്. ഉപരോധങ്ങൾ നീങ്ങുന്നതോടെ കുറഞ്ഞ വിലയ്ക്ക് ഇറാനിൽ നിന്നും വീണ്ടും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് വഴി തുറക്കും. ഊർജ്ജ മേഖലയ്ക്ക് പുറമെ ഇന്ത്യക്ക് ഏറെ തന്ത്രപ്രധാനമായ ചബഹർ തുറമുഖ വികസനത്തിനാണ് ഈ കരാർ പുതിയ ജീവൻ നൽകുന്നത്. പാകിസ്ഥാനെ വെട്ടിച്ച് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപാരം നടത്താൻ ഇന്ത്യ രൂപകൽപ്പന ചെയ്ത കവാടമാണ് ഇറാന്റെ മണ്ണിലെ ചബഹർ തുറമുഖം. മേഖലയിൽ സമാധാനം തിരിച്ചെത്തുന്നതോടെ ചബഹർ തുറമുഖ വികസനവും ഇന്ത്യ, റഷ്യ, മധ്യേഷ്യ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ പദ്ധതിയും ഇനി അതിവേഗം മുന്നോട്ട് പോകും. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ഇന്ത്യ നൽകുന്ന ശക്തമായ മറുപടിയാകും ഈ പാത. എന്നാൽ എല്ലാം അത്ര ശുഭകരമാണെന്ന് കരുതാനും വയ്യ. അണിയറയിൽ ചില വലിയ ആശങ്കകളും പുകയുന്നുണ്ട്. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ പൂർണ്ണമായും നശിപ്പിക്കാതെ അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഇസ്രായേൽ കടുത്ത അതൃപ്തിയിലാണ്. ഇതേ ചൊല്ലി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഫോണിലൂടെ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതായിട്ടാണ് സൂചനകൾ. ലബനൻ, ഗാസ, സിറിയ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും തുടരുന്നത് സമാധാന കരാറിന് എപ്പോൾ വേണമെങ്കിലും ഭീഷണിയായേക്കാം. കൂടാതെ യുദ്ധത്തിൽ തകർന്ന ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങളും റിഫൈനറികളും സാധാരണ നിലയിലാകാൻ മാസങ്ങളെടുത്തേക്കും. കപ്പൽ കമ്പനികൾക്കും ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കും ഈ സമാധാനത്തിൽ എത്രത്തോളം വിശ്വാസമുണ്ടാകും എന്നതും കണ്ടറിയണം. ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേലുമായും ഇറാനുമായും അമേരിക്കയുമായും ഒരേപോലെ അടുത്ത തന്ത്രപ്രധാന ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരെയും പിണക്കാതെയുള്ള സമതുലിതമായ ഒരു നയതന്ത്ര സമീപനമായിരിക്കും മോദി സർക്കാർ സ്വീകരിക്കുക. അമേരിക്ക ഇറാൻ സമാധാന ധാരണ ദീർഘകാലം നിലനിൽക്കുമോ എന്നതിൽ ഇപ്പോഴും കടുത്ത സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും തൽക്കാലം എണ്ണവില കുറയുന്നതും വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് വലിയൊരു പുത്തൻ ഉണർവ് തന്നെയാണ് സമ്മാനിക്കുന്നത്.